അടുത്തത് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സക്കാത്തുമായി ബന്ധപ്പെട്ട പല വീഡിയോകൾ നിങ്ങൾ കേട്ടു, ക്ലാസ്സുകൾ കേട്ടു. ഇനി ആർക്കാണ് ഈ തുക കൊണ്ടുപോയി കൊടുക്കേണ്ടത്? അവിടെ മനസ്സിലാക്കേണ്ടത്, നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾക്ക് തന്നെ കൊടുക്കണം. അർഹരല്ലാത്ത ആളുകൾക്ക് കൊണ്ടുപോയി സക്കാത്ത് കൊടുത്താൽ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ സക്കാത്ത് കൊടുക്കാത്തവരായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ടത് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗം അതിൽ വരുന്നുണ്ട്. മിസ്കീനും ഫക്കീർ, നല്ലോണം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവരുണ്ടാവും, അവർക്കോ, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ട് പക്ഷെ അതൊന്നും തികയുന്നില്ല, അവരും പാവപ്പെട്ടവരുടെ ഗണത്തിലാണ് പെടാം. അതുപോലെ മറ്റൊരു വിഭാഗം കടം കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരാണ്. നിലവിൽ ഒരുപാട് കടങ്ങളുണ്ട്, വീട്ടാൻ തൻ്റെ കയ്യിൽ കാശില്ല, എന്നാൽ അയാൾക്കും തൻ്റെ സക്കാത്തിൻ്റെ പൈസ കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് കൊടുക്കുമ്പോൾ മാക്സിമം തൻ്റെ കുടുംബത്തിലുള്ള പാവപ്പെട്ടവർക്ക്, കുടുംബത്തിലുള്ള കടം കൊണ്ട് വിഷമിക്കുന്നവർക്ക് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. കാരണം സാധാരണ നിലക്കൊരു സക്കാത്ത് കൊടുക്കുമ്പോൾ സക്കാത്ത് കൊടുത്തു എന്നതിന് പ്രതിഫലം മാത്രമാണ് കിട്ടുക. തൻ്റെ കുടുംബത്തിൽ വിഷമിക്കുന്ന സക്കാത്തിന് അർഹരായ ആളുകൾക്ക് കൊണ്ടുപോയിട്ട് സക്കാത്ത് കൊടുക്കുമ്പോൾ രണ്ട് പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടുന്നത്. ഒന്ന് സക്കാത്ത് കൊടുത്തു എന്നതും മറ്റൊന്ന് കുടുംബ ബന്ധം പുലർത്തിയെന്നതുമാണ്. അപ്പം അതുകൊണ്ട് മാക്സിമം കുടുംബത്തിലുള്ള ആളുകളെ തേടി പിടിച്ചിട്ട് അവർ സക്കാത്ത് സ്വീകരിക്കാൻ അർഹരാണെങ്കിൽ അവർക്ക് കൊണ്ടുപോയിട്ട് സക്കാത്തിൻ്റെ പൈസ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവരെ തേടി പിടിക്കാൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കാര്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സക്കാത്തിൽ മനസ്സിലാക്കാനുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് നിങ്ങൾ അതത് നാട്ടിലുള്ള ആലിമീങ്ങളോട് ചോദിച്ചിട്ട് കാര്യം കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് വേണം ഇബാദത്തുകൾ ചെയ്യാൻ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.